വെള്ളാപ്പള്ളിയുടെ മലപ്പുറം വിരുദ്ധ പ്രസ്താവന ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. എളമരം കരീം. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം വിരുദ്ധ പ്രസ്താവന ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെ മാത്രം ബാധിക്കുന്നതല്ല പ്രസ്താവന. ആ വിഷയത്തിലെ നിലപാടിൽ ഒരു സംശയവും CPMന്റെ മേൽ വരാൻ ഇടയാക്കരുതായിരുന്നുവെന്നും എളമരം കരീം ഒരു പ്രമുഖ മാധ്യമത്തിനോട് വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയിൽ CPM കൃത്യമായ നിലപാട് പറഞ്ഞിരുന്നുവെന്ന് എളമരം കരീം അവകാശപ്പെട്ടു. CPMന്റെ അക്കാര്യത്തിലെ നിലപാട് അത്ര ശക്തമായി ആളുകൾക്ക് തോന്നിയില്ല. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്ന നിലയിൽ കൃത്യമായ നിലപാട് CPM പറഞ്ഞിരുന്നു. വെള്ളാപ്പള്ളി ഒരു സമുദായ നേതാവ് എന്ന ബഹുമാനം നൽകിക്കൊണ്ട് കൂടിയാണ് ഇത് പറഞ്ഞത്. എന്നാൽ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യത്തോട് ഒരിക്കലും യോജിച്ചില്ല. അദ്ദേഹം ഒരു പ്രത്യേക ടൈപ്പാണ്. ആ വിഷയത്തിൽ ഒരു സംശയം CPMന്റെ മേൽ വരാൻ ഇടയാക്കരുതായിരുന്നു, എളമരം കരീം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായി എന്ന CPM നേതാക്കളുടെ പ്രസ്താവനകളോടും എളമരം കരീം പ്രതികരിച്ചു. അത്തരത്തിലുള്ള വിലയിരുത്തൽ CPMനില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. CPMന്റെ നിലപാട് അങ്ങനെ ഏതെങ്കിലും നേതാക്കളോടോ അംഗങ്ങളോടോ പറയുന്നതല്ല. സംസ്ഥാന കമ്മിറ്റിയോ കേന്ദ്ര കമ്മിറ്റിയോ പറയുന്നതാണ് പാർട്ടി നിലപാട്. ആ നിലയിൽ ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല. പാർട്ടിയുടെ വിലയിരുത്തൽ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. മുസ്ലിങ്ങൾക്ക് ഇടതുപക്ഷത്തോട് വിരോധമുണ്ടെന്ന് പറയാൻ പറ്റില്ല. അവർക്കിടയിൽ എന്തോ അസംതൃപ്തി ഉണ്ടായിട്ടുണ്ടാകാം. ചില പ്രചരണങ്ങളും മാധ്യമ പ്രചരണങ്ങളും അതിന് കാരണമായിട്ടുണ്ടാകാം. 1992 ബാബറി മസ്ജിദ് പൊളിച്ചപ്പോഴുള്ള ഭീകരത നേരിട്ട് അറിയാവുന്നവരല്ല പുതിയ തലമുറ. അന്ന് ഇടതുപക്ഷമെടുത്ത നിലപാടുൾപ്പെടെ വായിച്ചുള്ള അറിവ് മാത്രമേ അവർക്കുള്ളൂ. അന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ മുന്നണിയിലായിരുന്നു. എന്നിട്ടും മുന്നണി വിടാനൊന്നും അവർ തയ്യാറായിരുന്നില്ല, എളമരം കരീം പറഞ്ഞു. CPM ആശയവിനിമയം നടത്തുന്ന സംഘടനകളിൽ കൂടുതലും മുസ്ലിം സംഘടനകളാണ്. ധാരാളം മുസ്ലിം കേഡർമാർ CPMലുണ്ട്. അവരുമായി സംവദിക്കുന്ന മാധ്യമങ്ങളിൽ പലതും CPMനെ അനുകൂലിക്കുന്നവരല്ല. CPMന്റെ നിലപാടിനെ വക്രീകരിച്ചും ചുരുക്കിയും കാണിക്കുന്ന പ്രവണതയുണ്ട്. അതിനെ എങ്ങനെ നേരിടണമെന്ന് ആലോചിക്കേണ്ടതുണ്ടെന്നും എളമരം കരീം വ്യക്തമാക്കി.